മലയൻകീഴ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള് തൊട്ടടുത്താണ് LP സ്കൂളും UP സ്കൂളും ഗവൺമെന്റ് ITIയും. ഇതിനെല്ലാം തൊട്ടടുത്ത് ആനപ്പാറ അഥവാ അപകടപ്പാറ. ആനപ്പാറയ്ക്ക് മുകളിൽ കയറിയാൽ പ്രകൃതി രമണീയമായ കാഴ്ചയുണ്ട്. ഈ കൗതുകമാണ് കുരുന്നു മനസ്സിനെ അപകട കിണിയിലേക്ക് ആകർഷിക്കുന്നത്. പക്ഷെ സൂക്ഷിച്ചില്ലെങ്കിൽ പാറമടയിലേക്ക് തെറിച്ചു വീഴും. സ്കൂളിന് എതിർവശത്ത് ഇവിടെ വരെ മതിൽ കെട്ടി വേർതിരിച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് യാതൊരു സുരക്ഷാ സംവിധാനവുമില്ല. ഈ മൺതിട്ട കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്ന് ഉറപ്പ് പറയാനാകില്ല. ഒരുപാട് പേർക്ക് ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് 3-4ാമത്തെ മരണമാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ മതിൽ കെട്ടി പൊക്കത്തിൽ ഇപ്പുറത്ത് കണ്ട മതിൽ കെട്ടി കയറ്റി ഇട്ട് വെച്ചിരിക്കണം. അത് കെട്ടിയില്ലെങ്കിൽ പിന്നെ ആവത്താണ് ഈ കാര്യം എന്ന് വെച്ചാൽ പിള്ളേർ പഠിക്കുന്നത്. പിള്ളേർക്ക് അറിയില്ല. പുതിയ പിള്ളേർ സ്കൂളിൽ വരുമ്പോഴേ അവർ ഇതെന്തിനാണെന്ന് നോക്കാനൊക്കെ പോകും. എന്നാൽ ഈ കെട്ട് മണ്ണല്ലേ ചെറിയ പോയാൽ അത് താഴെ വീണത്. വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ക്വാറി ഉണ്ടായിരുന്നു. പാറ പൊട്ടിച്ചെടുത്ത ഇടം ഇപ്പോൾ വലിയ കൊക്കയാണ്. മതിൽ കെട്ടാൻ ഈ സ്ഥലത്തിന്റെ ഉടമയും പഞ്ചായത്തും തയ്യാറായിട്ടില്ല. അധ്യാപകർ തീർത്ത മതിലിലാണ് കുട്ടികളുടെ സുരക്ഷ. നമ്മൾ കോമ്പൗണ്ടിൽ കയറി കഴിഞ്ഞാൽ കുട്ടികൾ പിന്നെ പുറത്തു പോകില്ല. അത് ക്ലാസ് കഴിഞ്ഞിട്ടേ പുറത്തു വിടുള്ളൂ. അത് രക്ഷകർത്താക്കൾ വരുമ്പോഴും പിന്നെ ബസ്സിൽ തിരിച്ചു പോകും. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവിടെ താൽക്കാലികമായി വേലി കെട്ടിയിരുന്നുവെങ്കിലും അതെല്ലാം നശിച്ചു. നമ്മുടെ സ്കൂളുകൾക്ക് ചുറ്റും ഇതുപോലെയുള്ള അപകടക്കെണികൾ ഒരുപാടുണ്ടാകും. അധ്യയനം ആരംഭിക്കുന്നതിന് മുമ്പ് ജാഗ്രതയുടെ പാഠം ആദ്യം പഠിച്ചു തുടങ്ങണം. MR അനൂപിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.